എൽ കർമ്മലോ ധ്യാന കേന്ദ്രം കുട്ടിക്കാനം. ബൈബിളിലെ ഈ 3 വചനം വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട 3 വാഗ്ദാനങ്ങളാണത്. 2 വാഗ്ദാനം തന്നു കഴിഞ്ഞു, 3-മത് ലഭിക്കാൻ പോകുന്നു. ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ, ഈ വചനം ധ്യാനിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതൽ സംഭവിക്കും. ഓരോ വചനവും നമ്മളെ നയിക്കും. ആദ്യത്തെ വചനം ഇങ്ങനെയാണ്. യോഹന്നാൻ 14:27, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. നമ്മൾ തിരിച്ചറിയണം, ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്തതാണ്, ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഇന്ന് ക്രിസ്ത്യാനികളായ പല വ്യക്തികൾക്കും, നമ്മൾ ഓരോരുത്തർക്കും പലപ്പോഴും ഇത് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ഇനി 2-മത്തെ വാഗ്ദാനം, അതും നിറവേറിക്കഴിഞ്ഞു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം. പന്തക്കൊസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുനിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള തീനാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഇന്ന് പല വ്യക്തികളിലും എന്തില്ല? പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവിനല്ല ഇന്ന് പലരും നയിക്കപ്പെടുന്നത് ജഡത്തിൻ്റെ അരൂപിയാലാണ്. എന്നാൽ ഇനി 3-മത്തെ വാഗ്ദാനം, അത് നമുക്ക് കിട്ടിയിട്ടില്ല. അത് നമ്മുടെ മരണത്തിലൂടെയാണ്. 1 യോഹന്നാൻ 2:25, അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. ഇതിനു വേണ്ടിയാണ് അവൻ ഗാഗുൽത്താ മലയിൽ രക്തം ചിന്തി മരിച്ചത്. നമ്മൾ തിരിച്ചറിയണം, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ ഈശോയ്ക്ക് ഗാഗുൽത്താ മലയിൽ ബലിയായി തീരേണ്ടിയിരുന്നില്ല. എന്നാൽ നമുക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടി, നഷ്ടപ്പെട്ട പുത്രിസ്ഥാനം ലഭിക്കുവാൻ വേണ്ടി അവൻ കുരിശിൽ മരിച്ചു. ഈ 3-മത്തെ വചനത്തിന്, നിത്യജീവന് പ്രയോറിറ്റി കൊടുക്കാത്ത ഒരു വ്യക്തിക്കും സമാധാനമോ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനോ സാധിക്കില്ല. അവരെ നയിക്കുന്നത് ലോകത്തിൻ്റെ അരൂപിയായിരിക്കും. അവർക്ക് എന്ത് കിട്ടിയാലും സമാധാനമുണ്ടാവില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കോ. ജോലിയില്ലാത്തൊരു വ്യക്തി പറയുകയാണ്, എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. ഒരിക്കലുമില്ല. അവൻ അടുത്ത പ്രതിസന്ധി അവൻ്റെ ജീവിതത്തിൽ കടന്നു വരും. വിവാഹം നടന്നാൽ മതി, ഞാൻ രക്ഷപ്പെട്ടു. സമ്പത്ത് കിട്ടിയാൽ മതി, ഞാൻ രക്ഷപ്പെട്ടു. ഇതൊന്നും നടക്കില്ല. ഇതെല്ലാം ഒരുപക്ഷെ ലഭിക്കും, പക്ഷേ യഥാർത്ഥ സമാധാനം ഒരിക്കലും ലഭിക്കില്ല. എന്നാൽ നിത്യതയ്ക്ക് വേണ്ടി ഒരു വ്യക്തി വില കൊടുക്കുന്നുവോ, നിത്യജീവന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നുവോ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ 2 വാഗ്ദാനങ്ങളും നിറവേറ്റപ്പെടും. 1 സമാധാനം കിട്ടും, 2-മത് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ഈ വചനം ധ്യാനിക്കണം. ഈ 3 വചനവും ഏറ്റുപറഞ്ഞ് ധ്യാനിക്കണം. കർത്താവ്, ഈ വചനത്തിൻ്റെ വാഗ്ദാനം എന്നിൽ നിറവേറപ്പെടട്ടെ. പ്രയോറിറ്റി നിത്യജീവന് കൊടുക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടും. പ്രാർത്ഥിച്ചാൽ ഇസ്രായേൽ ജനം, പക്ഷേ യഥാർത്ഥ വാഗ്ദാനം കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. നമുക്ക് സ്വർഗമാകുന്ന കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ 3 വചനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വചനം നിത്യജീവൻ. 1 യോഹന്നാൻ 2:25, അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. അല്ലെങ്കിൽ എന്തു സംഭവിക്കും? ഗലാത്യർ 6:8 വചനം പറയുകയാണ്, ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിത്യജീവൻ കൊയ്തെടുക്കും. നമുക്ക് ആത്മാവിനായി വിതയ്ക്കാം, നിത്യജീവന് വില കൊടുക്കാം. നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും പ്രശ്നത്തിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്, സ്വർഗത്തിലേക്കാണ്. അപ്പോസ്തലന്മാരിലുണ്ടായ അതേ ശക്തി, ആത്മാവിൻ്റെ ശക്തി, പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള അതേ ശക്തി, അതേ ആത്മാവാണ് നമ്മുടെ ഹൃദയത്തിലും വസിക്കുന്നത്. അതേ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നമുക്ക് ഈ ലോകത്തെ അതിജീവിക്കുവാൻ, പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ വചനങ്ങൾ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും ഈ 3 വചനവും ഹൃദയത്തിൽ അതരം കൊണ്ട് ഏറ്റുപറയുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്കും ഈ വചനത്തിൻ്റെ അഭിഷേകം കടന്നു വരും. അവരുടെ മക്കളിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക്, അവർ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകം കടന്നു വരും.
ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.